വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് കമ്മിങ് സൂൺ പ്രൊമോയിൽ വിഷ്ണു ആണെങ്കിൽ കുടുംബശ്രീ വീട്ടിലേക്ക് വരുന്ന വഴിക്കാണെങ്കിൽ വണ്ടി നിർത്തിയിട്ട് ശാലിനിയെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് സത്യമോളുടെ അച്ഛൻ ഞാനാണെന്ന് സത്യയോട് പറയാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ഞാൻ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുമ്പേ വിഷ്ണു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് വിഷ്ണു ആണെങ്കിൽ കുടുംബശ്രീ വീട്ടിലേക്ക് വരുന്നത്. വിഷ്ണുവിൻ്റെ പിന്നാലെ സുസ്മിതയും വരുന്നുണ്ട്. അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ വീട്ടിലെത്തിയിട്ടും ശാലിനിയോട് പറയുന്നുണ്ട്, പപ്പിമോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, ഇനി കുട്ടിയുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ട, ഞാനാണ് അച്ഛൻ എന്നുള്ളത് സത്യമോളോട് തുറന്നു പറയാനായിട്ട് പോവുകയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു അവിടെ ഇരിക്കുന്നുണ്ട്. അതേസമയം സുസ്മിതയും പിന്നാലെ വന്നിട്ട് ജനലിൽ കൂടി ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തുടർന്ന് സത്യമോളാണെങ്കിൽ ബിഗ് ഫ്രണ്ട് വന്നിട്ടുണ്ട് എന്നറിഞ്ഞ് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു ആണെങ്കിൽ സ്നേഹത്തോടെ ഈ കുട്ടിയുടെ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് രണ്ട് കയ്യിലും ചേർത്ത് മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ സത്യ പറയുകയാണ്, എല്ലാവരും എന്നെ കളിയാക്കുന്നുണ്ട്, അച്ഛനില്ല എന്ന് പറഞ്ഞിട്ട് സ്കൂളിലും എല്ലാവരും എന്നെ കളിയാക്കും എന്നൊക്കെ പറയുമ്പോൾ ഇനി അച്ഛനില്ലാത്ത സങ്കടം സത്യമോൾക്ക് വേണ്ട, അതിന് പരിഹാരം കാണാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സത്യമോളുടെ അച്ഛൻ എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോഴത്തേക്കും ഈ കുട്ടി പറയുകയാണ്, അച്ഛൻ എന്നെ ഫോൺ വിളിച്ചിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ അന്തം വിട്ട് ഈ കുട്ടിയെ തന്നെ നോക്കുകയാണ്. അന്നേരം വിഷ്ണു ശാലിനിയെ നോക്കുന്നുണ്ട്. ശാലിനി ആകെ അന്തം വിട്ട് വിഷ്ണുവിനെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണു എന്തോ പോലെ വല്ലാതെ ആവുകയാണ്. കുട്ടിയുടെ അച്ഛൻ വിളിച്ചിരുന്നു എന്ന് പറയുമ്പോൾ വിഷ്ണുവിനും ഒന്നും മനസ്സിലാവുന്നില്ല. ശാലിനി നേരത്തെ അറിഞ്ഞതുകൊണ്ട് വിഷ്ണുവിൻ്റെ ആ ഒരു പ്രതികരണം നോക്കി നിൽക്കുകയാണ് ശാലിനി അവിടെ. ശാരദാമ്മയും കൂടെയുണ്ട്. അന്നേരം ഈ സുസ്മിത ഇത് കേൾക്കുന്നുണ്ട്. അന്നേരം സുസ്മിത ജനലിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണ്, ഇതിനിടയ്ക്ക് അങ്ങനെ ഒരാളുണ്ടോ എന്നിങ്ങനെ സുസ്മിതയും ചിന്തിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങുന്ന ശാലിനിയോട് എന്തൊക്കെയോ സംസാരിച്ചിട്ട് വിഷമത്തോടെ തന്നെയാണ് വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. തുടർന്നുള്ള സീനിൽ കാണിക്കുന്നത് സുസ്മിതയാണെങ്കിൽ സത്യഭാമയെ ഫോൺ ചെയ്യുകയാണ്. പക്ഷേ സുസ്മിതയാണ് എന്ന് പറഞ്ഞല്ല വിളിക്കുന്നത്, ഒരു അനോണിമസ് കോൾ എന്ന പോലെയാണ് വിളിക്കുന്നത്. കാര്യങ്ങൾ വളരെ ആ സാരിത്തുമ്പ് കൊണ്ട് ഇങ്ങനെ ഫോൺ മറച്ചിട്ടാണ് സംസാരിക്കുന്നത്, ശബ്ദം അറിയാതിരിക്കാൻ വേണ്ടി. കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്, നിങ്ങൾ ആ വീട്ടിൽ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സത്യഭാമ എന്ന് വിളിച്ചാണ് സംസാരിക്കുന്നത്. ഭാമ അങ്ങോട്ട് ആദ്യം വലിയ കേൾവിക്ക് പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. തുടർന്നും സുസ്മിത ചോദിക്കുന്നുണ്ട്, സത്യഭാമയുടെ വീട്ടിലുള്ള പപ്പിമോള് ആരുടെ മകളാണെന്ന് അറിയാമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം സത്യഭാമ ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ ശ്രദ്ധിച്ച് നിൽക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വിഷ്ണു ആണെങ്കിൽ തൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ബാഗ് ഇങ്ങനെ തോളിൽ തൂക്കി റൂമിൽ നിന്ന് ഇങ്ങനെ ആലോചിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഇത്രയുമാണ് പ്രമോയിൽ കാണിക്കുന്ന വിശേഷങ്ങൾ. അപ്പോൾ പിന്നെ വിഷ്ണു ആണെങ്കിൽ ശാലിനിയോട് പറയും, പിന്നെ ശാലിനിയെയും പിന്നെ സത്യയും കൂട്ടി വേറൊരു വീട്ടിലേക്ക് താമസം മാറാമെന്നുള്ള പ്ലാനാണ് വിഷ്ണു അവിടെ ചെന്ന് പറയുന്നത്. പക്ഷേ ശാലിനി അവിടെ ആദ്യം സമ്മതിക്കില്ല. പിന്നീട് ശാരദാമ്മ പറയുകയാണ് ചെയ്യുന്നത്. അതനുസരിച്ച് അവർ പോവാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ നിൽക്കുകയാണ്. അതിന് അനുസരിച്ചാണ് വിഷ്ണു തൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് സത്യഭാമയുടെ വീട്ടിൽ നിന്നും ഇറങ്ങാമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ നിൽക്കുന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ സുസ്മിത കേട്ടിരിക്കുന്നത് കൊണ്ട് സുസ്മിതയാണെങ്കിൽ നേരത്തെ സത്യഭാമയെ ഫോൺ വിളിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ താമസം മാറുന്നു എന്നുള്ള ഒരു ഉദ്ദേശം, നിങ്ങൾ ആ വീട്ടിൽ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, മകൻ്റെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്നുള്ളതും, അങ്ങനെ താമസം മാറുന്നു എന്നുള്ള കാര്യമാണെങ്കിൽ സത്യഭാമയെ സുസ്മിത അവിടെ അറിയിക്കുന്നുണ്ട്. തുടർന്ന് പിന്നെ സത്യഭാമ അത് ആദ്യം കണക്കിലെടുക്കുന്നില്ലെങ്കിലും പിന്നീട് ഫോൺ വെച്ച ശേഷം വിഷ്ണു ബാഗൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ സത്യഭാമ അവിടെ കള്ളം കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ആ റീമേക്കിൽ കാണിക്കുന്നത് വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ സന്യാസ ജീവിതത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് കാവ്യൊക്കെ ധരിച്ച് ഇങ്ങനെ ഇറങ്ങുമ്പോൾ സത്യഭാമ ബാഗ് പിടിച്ച് പരിശോധിക്കുമ്പോൾ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ചോദ്യം ചെയ്യുകയും പിന്നീട് സത്യം മനസ്സിലാക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ ഇവിടെയും അങ്ങനെ ആകാനാണ് സാധ്യത. പക്ഷേ പിന്നീട് ഭാമ സമ്മതിക്കും ശാലിനിയെ കൊണ്ടുവരാമെന്നുള്ളത്. പക്ഷേ അവിടെയും സത്യയുടെ കാര്യത്തിൽ ഒരു ചോദ്യചിഹ്നം പോലെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് സത്യഭാമ പോയി ക്ഷണിക്കുകയൊക്കെ ചെയ്യും ശാലിനിയെ. അതിനുശേഷമാണ് വീണ്ടും സുസ്മിതയാണെങ്കിൽ ഈ ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട് പപ്പിമോളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാനെന്നോണം വിളിക്കുമ്പോൾ വീണ്ടും എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പൈസ വേണമെന്നുള്ളൊരു 10 ലക്ഷം രൂപയുടെ ഒരു ഡീലോടെ ഉറപ്പിക്കുകയാണ്. അന്നേരം ആൾ തന്നെ വരണം എന്ന് പറയുമ്പോൾ സുസ്മിത വരാമെന്ന് സമ്മതിക്കുകയാണ്. തുടർന്ന് വേറൊരു സ്ഥലത്ത് വെച്ച് സുസ്മിതയാണെങ്കിൽ ശാലിനിയെ കാണുന്നുണ്ട്. പൈസ വാങ്ങിക്കാനായിട്ട് വരും, പക്ഷെ പർദ്ദയൊക്കെ ഇട്ടാണ് സുസ്മിത വരുന്നത്, ആളറിയാതിരിക്കാൻ വേണ്ടി. പക്ഷേ അവിടെ വെച്ച് ശാലിനിയാണെങ്കിൽ സുസ്മിതയെ കയ്യോടെ പിടികൂടുകയാണ്. സുസ്മിതയാണ് എന്നുള്ളത് ശാലിനി അവിടെ മനസ്സിലാക്കുകയും ചെയ്യും. പക്ഷേ സുസ്മിത
നേരം പെട്ട് നിൽക്കുമെങ്കിലും ഈ സുസ്മിതയും ശാലിനിയും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നത് വേറൊരാൾ നിന്ന് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് വെച്ച് വീണ്ടും ശാലിനിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ഒരു ഉദ്ദേശമാണ്. വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വരുമ്പോൾ ശാലിനിയെ വീണ്ടും വിഷ്ണുവിനെ ഭാര്യയായിട്ട് നിർത്താമെന്നുള്ളത് പറയും. പക്ഷേ അവിടെയും സത്യയുടെ കാര്യം പറയുമ്പോൾ വീണ്ടും ശാലിനി അവിടെ നിൽക്കാനായിട്ട് തയ്യാറാകില്ല. അങ്ങനെയുള്ള എപ്പിസോഡുകളൊക്കെയാണ് വരുന്നത്. ഇതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.